എല്ലാവർക്കും നമസ്കാരം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറുകയാണ്. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെ ജാഗ്രതയോടുകൂടി നാം എല്ലാവരും പുതിയ ശീലങ്ങളിലൂടെ കടന്നുപോകുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് കൈകൾ വൃത്തിയായി ശുചീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഇതിനിടയിലൂടെയാണ് സാമൂഹിക അകലങ്ങളെല്ലാം ലംഘിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് നമ്മുടെ എല്ലാം നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ മദ്യശാലകൾ തുറക്കുന്നത്. നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള വീടുകളിൽ ഭൂരിഭാഗം ആളുകളും അന്നന്നത്തെ വരുമാനത്തിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അവിടെയെല്ലാം മദ്യപിക്കുന്ന അച്ഛന്മാരുണ്ടാകാം, സഹോദരന്മാരുണ്ടാകാം. പക്ഷേ കോവിഡ്-19 പ്രവർത്തനത്തിന്റെ ഭാഗമായി മദ്യം ലഭിക്കാതെ വന്നപ്പോൾ ഈ വീടുകളിലെല്ലാം സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നത്. അമ്മമാരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം തങ്ങളുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തെയും നമ്മൾ ഈ കോവിഡ്-19 പ്രതിരോധ കാലഘട്ടത്തിൽ ഒരു പരിധിവരെ നമുക്ക് അതിജീവിക്കുവാൻ സാധിച്ചു. വീണ്ടും നമ്മുടെ നാട്ടിൽ മദ്യം കൊണ്ട് 4 രക്ഷിതാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു. സ്വന്തം കുഞ്ഞുങ്ങളുടെ കൈകൊണ്ട് മരണത്തിന് കീഴടങ്ങിയ അമ്മമാർ. നാം ആലോചിക്കേണ്ടതുണ്ട്, ഈ മദ്യം നമ്മുടെ നാടിന് ഇനി ആവശ്യമുണ്ടോ? നമ്മുടെ പെൺകുട്ടികൾ എത്ര സുരക്ഷിതത്വത്തോടു കൂടിയാണ് വീട്ടിൽ കഴിഞ്ഞു പോകുന്നത്? ആ സുരക്ഷിതം ഇല്ലാതാക്കുന്നതിനു വേണ്ടി മദ്യശാലകൾ തുറന്ന് ഈ സർക്കാർ എന്തിനു വേണ്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. തന്റെ അമ്മയുടെ കെട്ടുതാലി വരെ വിറ്റ് വിദേശത്ത് പോയി പണിയെടുക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. തന്റെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് വിദേശത്തും ഇതര സംസ്ഥാനത്തും ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നു സമാധാനത്തോടു കൂടിയുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിലൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അല്ലലില്ലാതെ, ഭയമില്ലാതെ പെൺകുട്ടികൾക്കും അമ്മമാർക്കും സുരക്ഷിതമായിട്ട് അന്തിയുറങ്ങുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ കേരളത്തിനെ പടുത്തുയർത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അവിടെ മദ്യം ഒരു അധികപ്പറ്റാവുമെങ്കിൽ ആ മദ്യത്തിനെ മാറ്റി നിർത്തുവാനാണ് കേരളത്തിന്റെ സർക്കാർ ശ്രമിക്കേണ്ടത്. ജനങ്ങളുടെ ജീവിത സുരക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, സ്ത്രീകളുടെ സുരക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, വിദ്യാർത്ഥികളുടെ, പെൺകുട്ടികളുടെ ജീവൻ സുരക്ഷിതമാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, സർക്കാർ എടുത്തിരിക്കുന്ന ഈ മദ്യശാലകൾ തുറക്കുന്ന ഈ നീക്കത്തിനെ നിങ്ങൾ മാറ്റി നിർത്തണം. നിങ്ങളുടെ വീട്ടിലും അമ്മയും സഹോദരിയും പെൺകുട്ടികളുമുണ്ട്. അവരെ ഓർത്തുകൊണ്ടെങ്കിലും ഈ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയെയും ലതിക സുഭാഷിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. നമ്മുടെ നാട്ടിലെ അമ്മമാരുടെ, പെൺകുട്ടികളുടെ കണ്ണുനീർ കാണാതെ പോകരുത്.